ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ബ്രെഡ് പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള, തക്കാളി, ക്യാപ്സിക്കം ഇത് മൂന്നും ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സവാളയും 1 തക്കാളിയും 1 ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷനുമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഇത് നോർമൽ ബ്രെഡാണ്, ഷോപ്പിലെല്ലാം കിട്ടുന്ന ബ്രെഡാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നൈഫ് വെച്ചിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് തലതിരിച്ചിടാം. ഇതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും. അങ്ങനെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. നോർമൽ ചീസ് അല്ലെങ്കിൽ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാനിലോട്ട് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇവിടെ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വറ്റൽമുളക് പൊടിച്ചത് ചേർക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചിലർക്ക് അത്ര സ്പൈസി ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചേർത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പോരാത്തതിന് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ മോനും എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രെഡ് പിസ്സ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫ്രണ്ട്സുമായിട്ടും ഫാമിലീസുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും അടിപൊളി വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ഇൻഷാ അല്ലാഹ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.